വയനാട് വൈത്തിരിയിലും കടുവയെ കണ്ടെന്ന നാട്ടുകാർ ദേശീയപാതയുടെ 200 മീറ്റർ മാറി അറമല ഭാഗത്താണ് കടുവയെ കണ്ടത്. സ്ഥലത്തെത്തിയ ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് നാട്ടുകാർ. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഈ ഒരു ജീവൻ കടുവയെടുത്തിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോൾ വൈത്തിരിയിലും കടുവയെ കണ്ടെന്ന നാട്ടുകാർ സംശയം പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അരുണ്യ, ഇത് തീർച്ചയായും വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. കാരണം ഇന്ന് രാവിലെ ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ വലിയ തരത്തിലുള്ള ആശങ്കയിലും ഭയപ്പാടിലുമാണ് വയനാട്ടിലെ ആളുകൾ. അതിനിടയ്ക്കാണ് ഇപ്പോൾ ദേശീയപാതയ്ക്കടുത്ത് വൈത്തിരിയിൽ അറമല ഭാഗത്ത് കടുവയെ കണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഈ പ്രദേശവാസിയായ ഒരാൾ ബൈക്കിൽ പോകുമ്പോഴാണ് കടുവ ഈ പ്രദേശത്ത് കൂടെ നടന്നു പോകുന്നത് കണ്ടത്. 8 മണിയോടുകൂടിയാണ് ഇത് കണ്ടത്. ഇതോടുകൂടി ആ പ്രദേശത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ്. സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരെ വനംവകുപ്പിന്റെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് തടഞ്ഞു വെച്ചു. ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരണം, തങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കണം, മാനന്തവാടിയിലെ പഞ്ചാരിക്കൊല്ലയിലെ പോലെ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. കാടിറങ്ങി വരുന്ന ഇത്തരം കടുവകൾ സ്വാഭാവികമായിട്ടും വളർത്തുമൃഗങ്ങളെ ആദ്യം ഘട്ടത്തിൽ പിടിക്കുന്നു, പിന്നീട് അത് മനുഷ്യരിലേക്ക് വരുമോ, നേർക്ക് വരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള അവരുടെ വൈകാരികമായ ഒരു അവസ്ഥയാണ്. കാരണം വനാതിർത്തിയിലെ സാധാരണ ചെറിയ വീടുകളിൽ, വലിയ സുരക്ഷിതമില്ലാത്ത വീടുകളിൽ ഉൾപ്പെടെയാണ് ഈ ആളുകൾ താമസിക്കുന്നത്. അവർക്കുൾപ്പെടെ അവിടുത്തെ ജീവിതം തന്നെ വലിയ പേടിപ്പെടുത്തുന്നതായി മാറുന്നു ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ. എന്നാൽ വനം വകുപ്പ് ആവും വിധം ഈ വിഷയങ്ങളിൽ ഇടപെടാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് രാത്രി തന്നെ പ്രദേശത്ത് പട്രോളിംഗ് നടത്താനുള്ള ഒരു പ്രാഥമിക തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, നാളെ ഉൾപ്പെടെ പ്രദേശത്ത് കടുവയെ തെരയാനും അങ്ങനെയുള്ള സാന്നിധ്യമുണ്ടെങ്കിൽ കൂട് വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനും വനംവകുപ്പ് പ്രാഥമികമായി ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഇന്നത്തെ ഈ കടുവയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പക്ഷേ കൂടുതൽ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ വനാതിർത്തികളിൽ പലയിടത്തും ഇത്തരം ആശങ്കകൾ ഒരു പൊതു വിഷയമായി മാറുകയാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരേണ്ടതുണ്ട്. വളരെ പൊടുന്നനെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം പോലുമല്ല ഇത്. കാരണം കാടും നാടും ചേർന്നാണ് വയനാടിലെ ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയ പ്രശ്നമല്ല. പരിഹരിക്കാൻ വലിയ ബൃഹത്തായ കാഴ്ചപ്പാടോടുകൂടി വലിയ പദ്ധതികൾ തന്നെ വേണ്ടതുണ്ട്. കാടും നാടും വേർതിരിക്കാൻ ഈ കടുവയുടെ അക്രമകാരിയായ കടുവകളുടെ സാന്നിധ്യമാണ് സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ഇപ്പോൾ വയനാട്ടിൽ തടസ്സപ്പെടുത്തുന്നത് എന്ന് തന്നെ പറയാം. അതെ രതീഷ്, വയനാട് വൈത്തിരി അറമല ഭാഗത്താണ് ഇപ്പോൾ കടുവയെ കണ്ടതായി നാട്ടുകാർ സംശയം ഉന്നയിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം കാരണം കൂട് സ്ഥാപിച്ച തിരച്ചിൽ ഊർജിതമാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.